പത്തനംതിട്ടയിലേക്കാണ് എ വി ജയശങ്കറാണ് വിശദാംശങ്ങളുമായുള്ളത്. ജയശങ്കർ, പത്തനംതിട്ടയിലും കനത്ത മഴയാണ്. അവിടെ വിവിധ ആറുകളിൽ അച്ചൻകോവിൽ, പമ്പയാർ, മണിമലയാർ ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുകയാണ്. രാവിലെ മുതൽ തന്നെ നമ്മൾ അതിന്റെ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിവിധ ഇടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ട്, പ്രധാനപ്പെട്ട പാതകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അതിന്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് അനുജ, ശക്തമായ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴയിൽ ഏറ്റവും കൂടുതൽ വലിയ ദുരിതം അനുഭവപ്പെട്ടത് തിരുവല്ല മേഖലയിലാണ്. മണിമലയാർ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിലേക്കാണ് വെള്ളം ഇരച്ച് കയറിയത്. ഈ കുടുംബങ്ങളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് വലിയൊരു ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയതാണ്. തിരുവല്ല ഭാഗത്ത് ഈ പമ്പാ നദിയും ഒപ്പം തന്നെ ഈ മണിമലയാറും കരകവിഞ്ഞൊഴുകി സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഗതാഗത കുരുക്ക് ഇവിടെ വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയം കൂടി ഇതേ സമാനമായ രീതിയിൽ വെള്ളം നിലനിന്നാൽ ഈ റോഡ് വഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അത്രമാത്രം ഒരു മഴ ഇത്തരത്തിൽ ഈ നദികളിലേക്ക്, ഈ മഴ മൂലം നദികളിലേക്ക് വെള്ളം വരുന്നൊരു സാഹചര്യമുണ്ട്. വനത്തിൽ ഉൾപ്പെടെയുള്ള മഴയാണ് ഇത്തരത്തിൽ നദികളിലെ ജലനിരപ്പ് ഉയർത്തിയെന്നാണ് പറയുന്നത്. നിലവിൽ മണിമലയാറ്റിൽ മാത്രമാണ് വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. മറ്റ് നദികളിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ വലിയ തോതിൽ ഈ നദികൾ കരകവിഞ്ഞു എന്ന് പറയാനുള്ള സാഹചര്യമില്ല. പക്ഷേ അപ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ഒക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 197 വീടുകൾ ഭാഗികമായി തകർന്നു. 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി. വൈദ്യുതി പോസ്റ്റുകളും കമ്പികളും ഒക്കെ തകർന്ന് KSEBക്ക് 60 ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഒടുവിൽ അറിയിച്ചത്. എന്തായാലും ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ താലൂക്കുകളിലായി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 140ഓളം പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് റെഡ് അലേർട്ടാണ്. നാളെ ജില്ലയിൽ പൊതുവിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. പക്ഷേ ജില്ലയുടെ മലയോര മേഖലകളിലും വനമേഖലയിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള മഴ രാവിലെ മുതലുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. നിലവിൽ ഞാൻ നിൽക്കുന്ന പത്തനംതിട്ട നഗരത്തിൽ പൊതുവിൽ മഴ കുറവാണ്. പക്ഷേ അപ്പോൾ പോലും മലയോര മേഖലകളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വലിയ ജാഗ്രത പുലർത്തണം. കാരണം അച്ചൻകോവിലാറിൻ്റെയും മണിമലയാറിൻ്റെയും ഒപ്പം തന്നെ പമ്പാ നദിയുടെയും തീരങ്ങളിൽ ജലനിരപ്പ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. ഈ മണിമലയാർ ഇതിനോടകം തന്നെ കരകവിഞ്ഞു. മറ്റ് 2 നദികളിൽ ജലനിരപ്പ് പ്രളയ സമാനമായ രീതിയിൽ തുടരുകയാണ്. എന്തായാലും നദികളിൽ ഇറങ്ങരുത്, നദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ആപത്ത് ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ഉൾപ്പെടെ വിളിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഷട്ടറുകൾ തുറന്നത്. എന്തായാലും ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. നിരവധി ഇടങ്ങളിൽ ഈ കനത്ത മഴയിലും കാറ്റിലും പോസ്റ്റുകളും മരങ്ങളും ഒക്കെ വീണ് മറ്റ് അപകടങ്ങൾ പതിവ് പോലെ ഇന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അനുജ, പത്തനംതിട്ട ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. അവിടെ വിവിധ ആറുകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാത അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിയുണ്ട് എന്നതാണ് എ വി ജയശങ്കർ നൽകിയ വിവരം.